ചെയ്യുമാറാകട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടെ പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ രാവാകാൻ സാധ്യതയുള്ള ഈ മനോഹരമായ രാവിന്റെ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. റമദാൻ വിട പറയാൻ പോവുകയാണ്. പരിശുദ്ധ റമദാൻ. ആ വിട പറയാൻ പോകുന്ന റമദാനിന്റെ ഒടുക്കത്തെ പത്തിലാണ് ഈ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ്. 3000 രാവും 3000 പകലും എടുക്കുന്ന ഇബാദത്തിന്റെ പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് വാരിക്കൂട്ടണോ? ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക, ഈ രാവിൽ ഇബാദത്ത് ചെയ്യുക. 80 കൊല്ലം ഒരു മനുഷ്യന്റെ ആയുസ് ഒരു പക്ഷേ 80 കൊല്ലം ഉണ്ടാകാൻ പ്രയാസമാണ്. ഇന്ത്യൻ ആവറേജ് ഏജ് 60 വയസ്സാണ് ഒരു ഇന്ത്യക്കാരന്റെ ശരാശരി ആയുസ്. പക്ഷേ 80 കൊല്ലത്തെ ഇബാദത്തെടുത്ത പ്രതിഫലം ഒറ്റ രാവ് കൊണ്ട് ലഭിക്കണമോ? ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് നേടുക. ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസങ്ങളേക്കാൾ ഖൈറായതാണ് ഈ ലൈലത്തുൽ ഖദർ. അത് വളരെയേറെ പുണ്യമായ രാവാണ്, പവിത്രമായ രാവാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു വരുന്ന രാവാണ്. പക്ഷേ ലൈലത്തുൽ ഖദർ വരുമ്പോൾ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നു. എന്നാണ് ഈ ലൈലത്തുൽ ഖദർ? എന്താണ് ഈ ലൈലത്തുൽ ഖദർ? ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ശഹർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. നാം ആ ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഖദറിന്റെ രാവിലാണ് നാം അതിനെ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആ മാസം വളരെ ശ്രേഷ്ഠമായ രാവാണ്. തനസ്സലുൽ മലായികതു വറൂഹ്. അന്ന് റൂഹും മലക്കുകളും ഇറങ്ങി വരും. റൂഹ് എന്ന് പറഞ്ഞാൽ മറ്റാരുമല്ല, ആമിന ബീവിയുടെ മുത്തുമോന്റെ നെറ്റിത്തടത്തിൽ വിയർപ്പ് തുള്ളികൾ സൃഷ്ടിച്ച റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ ഇറങ്ങി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദർ. അത് ഇന്ന് രാവിൽ കോട്ടക്കൽ കുറ്റിപ്പുറത്തെ ചെനക്കലെ പാറപ്പുറത്തിറങ്ങുമോ? ജിബ്രീലിന്റെ ചിറകടി കൊണ്ട് എന്റെ സഹോദരങ്ങളെ നിങ്ങളുടെ കൽബുകൾ തഖ്വയുടെ പൂക്കളെ വിരിയിച്ചെടുക്കുമോ? അള്ളാഹുവിനെ മാത്രം അറിയുന്ന അജ്ഞാതമായ നിഗൂഢതകളാണ്. ആർക്ക് പറയാൻ കഴിയും അങ്ങനെ സംഭവിക്കുമോ എന്ന്? റബ്ബിന്റെ അനുഗ്രഹം ജിബ്രീലിന്റെ ചിറകേറി വരുന്ന രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഈ രാവ്. പരിശുദ്ധ റമളാനിന്റെ വിട പറയാൻ പോകുന്ന ഈ മനോഹരമായ രാവ്, ഒടുക്കത്തെ 10 നിങ്ങൾ അതിനെ തിരയുക എന്നാണ് മുത്ത് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ന രാത്രിയാണെന്ന് പറഞ്ഞിട്ടില്ല. 27 രാവ് എന്ന് കണിശായിട്ടൊന്നും പറയാൻ കഴിയില്ല. അതൊക്കെ കൗമുണ്ടാക്കിയതാണ്. ചില ഉലമാക്കന്മാരൊക്കെ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 27 രാവ് ആകാൻ